ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കുള്ള 2 ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ഇന്ന് യാത്ര തിരിച്ചു. റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങളിൽ അമൃത് ഭാരത് പദ്ധതി നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 103 അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയ നടപടി രാജ്യത്ത് നക്സലിസം തുടച്ചു നീക്കുന്നതിൽ നിർണായകമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബലൂചിസ്ഥാനിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ ആരോപണങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നിൽ രാജ്യം ഒറ്റക്കെട്ടായി അണിനിരന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഐപിഎല്ലിൽ മുംബൈയ്ക്കെതിരെ ഡൽഹി ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി വിദേശ പര്യടനം നടത്തുന്ന ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധികളുടെ 2 സംഘം ഇന്ന് 9 രാജ്യങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ജെഡിയു എംപി സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനായി ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ശിവസേന എംപി ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു പ്രതിനിധി സംഘം യുഎഇ, ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാക് നിലപാട് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ് നയതന്ത്ര സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കനിമൊഴി നയിക്കുന്ന സംഘം നാളെയാണ് യാത്ര തിരിക്കുന്നത്. 59 എംപിമാർ അംഗങ്ങളായ 7 പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളിലാണ് അടുത്ത മാസം 5 വരെ സന്ദർശനം നടത്തുക. അമൃത് ഭാരത് പദ്ധതി റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങളിൽ നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് സ്റ്റേഷനുകൾ യാത്രക്കാർക്ക് സുഗമമായ യാത്രാ സൌകര്യം പ്രദാനം ചെയ്യുമെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ആധുനിക സൌകര്യങ്ങളോടെയുള്ള 103 അമൃത് ഭാരത് സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ ചിറയിൻകീഴ്, വടകര സ്റ്റേഷനുകൾക്ക് പുറമെ മാഹി റെയിൽവേ സ്റ്റേഷനും ഇതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബിക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. റെയിൽവേ, റോഡ്, വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ നിർണായക വികസന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സ്ഥിരതയാർന്ന സമുദ്ര സുരക്ഷാ നിയമങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. നിരീക്ഷണ സംവിധാനങ്ങളിലെ ആധുനികവൽക്കരണം, കര, നാവിക സേനകളുടെ പ്രവർത്തനങ്ങളിലെ ഏകോപനം എന്നിവ പ്രശംസനീയമായ ചുവടുവയ്പ്പുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. മർമഗോവ തുറമുഖത്ത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥരുമായി ശ്രീ ധൻകർ സംവദിച്ചു. Indian Coast Guard is both a force of steel and strategy and also conscience. Our oceans are lungs of Mother Earth. You balance Earth's marine ecology by enforcing laws against illegal fishing, curbing pollution and keeping away maritime degradation by patrolling against oil spills and toxic discharges. ഛത്തീസ്ഗഡിൽ 27 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയ നടപടി രാജ്യത്ത് നക്സലിസം തുടച്ചു നീക്കുന്നതിൽ നിർണായകമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സിപിഐ മാവോയിസ്റ്റ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ബസവരാജുവും കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. 2026 മാർച്ച് 31 മുൻപായി രാജ്യത്ത് നിന്ന് നക്സലിസം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാവോയിസ്റ്റ് ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബലൂചിസ്ഥാനിലെ ഖുസ്റാറിൽ ബസ്സിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ. ഇത്തരം വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. എല്ലാ ആഭ്യന്തര പ്രശ്നങ്ങൾക്കും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം രീതിയായി മാറിയിരിക്കുന്നുവെന്നും രൺധീർ ജയ്സ്വാൾ ആരോപിച്ചു. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രഥമ ദൃഷ്ട്യാ പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി കോടതിയെ അറിയിച്ചു. 142 കോടി രൂപയാണ് ഇരുവർക്കും ലഭിച്ചതെന്ന് പ്രത്യേക ജഡ്ജി മുൻപാകെ ഇഡി വ്യക്തമാക്കി. ജൂലൈ 2 മുതൽ 8 വരെ പ്രതിദിന അടിസ്ഥാനത്തിൽ കേസിൽ വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. ഏഷ്യൻ പ്രൊഡക്ടിവിറ്റി ഓർഗനൈസേഷൻ 67ാമത് സെഷനിലെ അധ്യക്ഷസ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുത്ത് ഇന്ത്യ. എപിഒ ഇന്ത്യയുടെ ഡയറക്ടറും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ സെക്രട്ടറിയുമായ അമർദീപ് സിംഗ് ഭാട്ടിയ നയിക്കുന്ന സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഈ മാസം 22 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് എപിഒ ഗവേണിംഗ് ബോഡി യോഗം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 25-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും വെള്ളിയാഴ്ച വരെ അറിയിക്കാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപകരമായ പോസ്റ്റുകളുടെ പേരിൽ അറസ്റ്റിലായ അശോക സർവകലാശാലയിലെ പ്രൊഫസർ അലി ഖാൻ മഹ്മൂദാബാദിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. അതേസമയം അന്വേഷണം സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എൻ, കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് ഹരിയാന ഡിജിപിയോട് 24 മണിക്കൂറിനുള്ളിൽ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും നിർദ്ദേശം നൽകി. ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെടുത്തെന്ന ആരോപണത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. അന്വേഷണ റിപ്പോർട്ടും ജഡ്ജിയുടെ പ്രതികരണവും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും അയച്ചിട്ടുണ്ടെന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മാറിവരുന്ന യുദ്ധരീതികൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചതായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തിൽ പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണത്തിന് രാജ്ഭവനിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ISRO മുതൽ DRDO വരെയുള്ള സ്ഥാപനങ്ങളുടെ എഞ്ചിനീയറിംഗ് മികവ് പ്രകടമായ സന്ദർഭമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറെന്നും രാജ്യം ഒറ്റക്കെട്ടായാണ് ഇതിനു പിന്നിൽ അണിനിരന്നതെന്നും ഗവർണർ പറഞ്ഞു. Particular warfare and expertise was not limited to certain people, certain skilled engineers. It was the efforts of years together of our engineers right from Delhi to ISRO here. All those people have contributed towards it, and what we have seen today, the shift in the warfare technique. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാളെ വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. +1 പരീക്ഷാഫലം അടുത്ത മാസം പ്രസിദ്ധീകരിക്കും. മലപ്പുറം കൂരിയോട് തകർന്ന ദേശീയപാത 66 NHAI വിദഗ്ധർ സംഘം പരിശോധിച്ചു. ഡോക്ടർ അനിൽ ദീക്ഷിത്, ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് അപകടസ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയത്. ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. മുർഷിദാബാദ് കലാപം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൽ തൃണമൂൽ കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് BJP. കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ടിൽ ഭരണകക്ഷിയിലെ ചില നേതാക്കളുടെ പങ്ക് പരാമർശിച്ചിരുന്നു. പുറത്തുനിന്നുള്ളവർ കലാപത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന തൃണമൂലിന്റെ വാദം റിപ്പോർട്ട് നിഷേധിച്ചിട്ടുണ്ടെന്നും BJP വക്താവ് സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കലാപത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന നേതാക്കൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അഡ്വാൻസ് ടിപ്പ് വിഷയത്തിൽ ഓൺലൈൻ ഗതാഗത കമ്പനിയായ ഊബറിന് നോട്ടീസ് അയച്ച് കേന്ദ്രം. അഡ്വാൻസ് ടിപ്പ് സമ്പ്രദായം വളരെയധികം ആശങ്കാജനകമാണെന്നും അത്തരം നടപടികൾ അന്യായമാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം ഊബറിന് നോട്ടീസ് നൽകി. അതിർത്തി മേഖലയിൽ പരിശീലനത്തിനിടെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 യുക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു. 10 പേർക്ക് പരിക്കേറ്റതായി യുക്രൈൻ സൈന്യം അറിയിച്ചു. പരിശീലന ക്യാമ്പിൽ മിസൈൽ ആക്രമണമെന്ന് അവകാശപ്പെടുന്ന വീഡിയോ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ജമ്മുകശ്മീരിലെ കത്രയിൽ തിരങ്ക റാലി സംഘടിപ്പിച്ചു. വിമുക്ത ഭടന്മാർ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കുള്ള 2 ഇന്ത്യൻ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ഇന്ന് യാത്ര തിരിച്ചു. റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങളിൽ അമൃത് ഭാരത് പദ്ധതി നാഴികക്കല്ലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 103 അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയ നടപടി രാജ്യത്ത് നക്സലിസം തുടച്ചു നീക്കുന്നതിൽ നിർണായകമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബലൂചിസ്ഥാനിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ ആരോപണങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിൽ രാജ്യം ഒറ്റക്കെട്ടായി അണിനിരന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IPLൽ മുംബൈക്കെതിരെ ഡൽഹി ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.